ഹലോ ഹായ് ഗായ്സ് ഞങ്ങളിതാ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൊല്ലത്തുള്ള ബഡാ ബസാറിലാണ് കേട്ടോ. പക്ഷേ ഞാനിവിടെ അങ്ങനെ വരാറില്ല. പാറുവും വിനോദും നിർബന്ധിച്ച് ഞങ്ങളെങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ്. വേറൊന്നുമല്ല, ദേവിക്ക് കുറച്ച് ക്രിസ്മസ് ഗിഫ്റ്റുകളൊക്കെ വാങ്ങണം സ്കൂളിലേക്ക് സെലിബ്രേഷന് വേണ്ടിയിട്ട്. അങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷേ ഞാൻ പുറത്ത് നിന്ന് കണ്ടപ്പോൾ ഭയങ്കര ബ്യൂട്ടി എന്ന് വെച്ചാൽ എന്തോ ഒരു ഭയങ്കര രസമുണ്ട്. ലൈറ്റിങ്ങും അടിപൊളി. പോരാത്തതിന് ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. പുൽക്കൂട് ഒരുക്കുന്നതായാലും ലൈറ്റും സ്റ്റാഴ്സും എല്ലാ സാധനങ്ങളും സത്യം പറഞ്ഞാൽ നല്ല അഫോർഡബിൾ റേറ്റിനാണ്. അതായത് ഇതൊക്കെ കണ്ടോ, 448. നമുക്ക് നമ്മുടെ കൊക്കിന് ഒതുങ്ങിയത് വാങ്ങാൻ പറ്റും. 128 വരെ പുൽക്കൂടുണ്ട് കേട്ടോ. ഇപ്പം പിന്നെ എല്ലാം റെഡിമെയ്ഡ് ആണല്ലോ. അപ്പം പെട്ടെന്ന് മേടിച്ചുകൊണ്ട് വെക്കുന്നതാണ് മിക്കപ്പോഴും ഇപ്പോഴത്തെ ആളുകളുടെ പരിപാടി. പണ്ടൊക്കെ ആകുമ്പോൾ മടൽ വെട്ടിയും മരക്കമ്പ് വെട്ടിയൊക്കെ ആയിരുന്നു കൂടുകളൊക്കെ. ഇപ്പം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇതെല്ലാം അവർ കൊടുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നല്ല. അതിലിരിക്കുന്ന ഓരോ ഐറ്റംസും വിൽക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. എല്ലാം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുമാണ്. നല്ല രസവും ഉണ്ട് കാണാൻ. ഭയങ്കര തിരക്ക് കേട്ടോ. ക്രിസ്മസ് ആകുമ്പോൾ നല്ല തിരക്കുണ്ട്. അതുമാത്രമല്ല, എപ്പോഴും നല്ല ആളുണ്ടെന്ന് പാറു പറഞ്ഞു. പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല രസമുണ്ട് കാണാൻ, എല്ലാം കൊള്ളാം. ദേവയെ പോലെ തന്നെ സത്യം പറഞ്ഞാൽ എനിക്കും ഏതെടുക്കണമെന്ന് ആകെ കൺഫ്യൂഷനായി. അവിടെ എത്തിയപ്പോൾ ദേവയുടെ ഒരു ഫ്രണ്ടിനെയും കണ്ടു, ആദിക്കുട്ടനെയും കണ്ടു കേട്ടോ. ആദ്യം ഓരോ ഗിഫ്റ്റുകളൊക്കെ വാങ്ങാനായിട്ട് അവൻ്റെ അച്ചാച്ചൻ്റെ അമ്മയുടെയും കൂടെ വന്നതാണ്. അപ്പോഴൊക്കെയാണ് ഇപ്പം ദേവിക്കൊരു ചെരുപ്പ് വാങ്ങണമെന്ന് വെച്ചത്. അപ്പം വലിയ വിലയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഒരു 175 രൂപയുടെ ഒരു ചെരുപ്പ് നോക്കാമെന്ന് വെച്ചു. അങ്ങനെ അതും അവന് വാങ്ങി. പക്ഷേ അവന് സ്പൈഡർമാനും സൂപ്പർമാനും മൊത്തം ഒരു ശല്യമായിട്ട് വന്നിരിക്കുക. എവിടെ പോയാലും അത് കിട്ടണമെന്ന് വെച്ചാൽ അങ്ങനെ എന്തായാലും തപ്പി കിട്ടി. അതിൻ്റെ സന്തോഷമാണ് ഈ കാഴ്ച വയ്ക്കുന്നത്. വലുതാണെന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിൽ കേൾക്കുന്നില്ല. അവൻ അത് മതിയെന്നും പറയാണ്. പക്ഷേ ഞാൻ ഒരു തരത്തിൽ വേറെ നോക്കുവാണ്. എന്തായാലും കിട്ടുമെന്ന് തോന്നുന്നു. അവിടെ ഒരു പയ്യൻ എടുക്കാൻ പോയിട്ടുണ്ട്. എന്തായാലും തപ്പി എടുക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്വസ്ഥതയും തരത്തില്ല. അങ്ങനെ ദേവിക്ക് ഇതാ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് പോവുകയാണ്. അപ്പം ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കേണ്ട ഗിഫ്റ്റാണല്ലോ ഇവിടെ കൂടുതലും. അങ്ങനത്തെയൊക്കെ തന്നെയാണ്. പിന്നെ വലിയ പിള്ളേരുടെ ഈ ലവ്വോ അതും ഇതുമൊക്കെയാണ്. പിള്ളേർ സെറ്റിന് വല്ല ഡോളോ അങ്ങനത്തെയൊക്കെ മതിയല്ലോ. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരെണ്ണം സെറ്റായി. അപ്പം അവനതൊന്നുമല്ല, ഗിഫ്റ്റും കാര്യങ്ങളൊന്നുമല്ല. അവൻ്റെ ചിന്ത ആ സ്പൈഡർമാൻ ചെരുപ്പിലാണ്. അതും ആലോചിച്ചുകൊണ്ടായിരിക്കുന്നത്. ഈ സാധനത്തിൽ നിന്ന് ഒരു നേരം കൈയെടുക്കുന്നില്ല. നോക്കിയിരിക്കുകയാണ്. ഇതെങ്ങാനും ഇനി ഞാൻ എടുത്ത് തിരിച്ചു വെച്ചാലോ, ആ പേടി അവനുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ വലിയ ഷോപ്പുകളിലൊക്കെ പോയി നല്ല വില കൊടുത്താണ് വാങ്ങുന്നത്. പക്ഷേ ഈ ബഡാ ബസാറിലെന്ന് വെച്ചാൽ അത്രയും നമുക്ക് അവിടെ കിട്ടുന്നത് തന്നെയാണ്. ചുമ്മാ ഷോ ഓഫ് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കിട്ടുന്ന അതേ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. വലിയ വിലയില്ലാത്ത നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവാം. അപ്പം ഞാൻ ആ ഡ്രസ്സിൻ്റെ അങ്ങോട്ടൊന്നും അധികം അങ്ങോട്ട് പോയില്ല. ഞാൻ പെട്ടെന്ന് ഇനി ഇറങ്ങി. കാരണം എന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന ആ സ്പോട്ടിൽ മാത്രമേ ഉള്ളൂ തിരക്കില്ല. അത് ബാക്കി അങ്ങോട്ട് ആ പുൽക്കൂടൊക്കെ വാങ്ങുന്ന സ്ഥലത്താണെങ്കിൽ നല്ല തിക്കും തിരക്കുമാണ്. ഈ കണ്ണാടി ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് അവിടെ കിടന്ന് കറങ്ങുവാണ്. അപ്പോൾ എന്നോട് ഒരുത്തൻ പറഞ്ഞു, മര്യാദയ്ക്ക് ഇങ്ങോട്ട് പാടി, അതൊക്കെ ഡൂപ്ലി സാധനങ്ങളാണെന്ന്. പക്ഷേ എന്നാലും എൻ്റെ ഭംഗിയൊക്കെ ഉണ്ടെന്ന് നോക്കിയിരിക്കണമല്ലോ. നമുക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഈ ലൈറ്റും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാനായിട്ട്. കാരണം ഇതൊക്കെ ഒരുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെ എന്തായാലും ഓരോന്നിങ്ങനെ തപ്പി നടക്കുകയാണ്. പിള്ളേരുടെ ഒരു കൂട്ടം തന്നെ ഇവിടെ ഉണ്ട്. ഓരോന്ന് പറക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് കിഴക്ക് കണ്ട ആരാ എടുക്കാതെ. എല്ലാ ടൈപ്പിലെയും ഉണ്ട്. ചെറുത് മുതൽ വലുത് എല്ലാ വിലയിലും ഉണ്ട്. നമുക്ക് ഒരു 100-500 രൂപയ്ക്ക് എല്ലാം വാങ്ങിക്കൊണ്ട് പോകാം. ആരെങ്കിലും പുൽക്കൂട് ഇനിയും ഒരുക്കാത്തവരുണ്ടെങ്കിൽ വേഗം വന്നോളൂ. നമ്മുടെ കൊല്ലത്ത് ജെറോമിൻ്റെ ബാക്കിലുള്ള ഷോപ്പാണ്. അപ്പോൾ ഗിഫ്റ്റും ക്രിസ്മസ് കൂടും ഒക്കെ ഒരുക്കാൻ ആഗ്രഹിക്കുന്ന വേഗം പോന്നോട്ടെ. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.